കാര്യം കാണുവാൻ മാത്രം ചിന്തിക്കുന്ന ഒരു സമൂഹം വാസ്തവത്തിൽ നന്ദി ഉള്ളവരായിരിക്കില്ല. ആർക്കാണ് വാസ്തവത്തിൽ നന്ദിയുള്ളത്? ചിന്തിക്കാം. ജീവിതത്തിൽ നാം അനുഭവിക്കുന്ന നന്മകളെല്ലാം നമ്മുടെ മിടുക്കുകൊണ്ടല്ല, ദൈവത്തിൻ്റെ ദാനമാകുന്നു എന്ന തിരിച്ചറിവ് നമ്മെ കൂടുതൽ പ്രയോജനമുള്ളവരാക്കും. താൻ ജീവിച്ചിരുന്ന സമയത്ത് ഏറ്റവും പ്രഗത്ഭനായ രാജാവായിരുന്നിട്ടും ദാവീദ് രാജാവ് പറയുന്നത് തനിക്കുള്ളതെല്ലാം ദൈവത്തിൻ്റെ ദാനം മാത്രമാകുന്നു എന്നാണ്. തൻ്റെ ധനസമൃദ്ധി, സ്വർണ്ണ കിരീടം, ദീർഘായുസ്, മാനവും മഹത്വവും, ശാശ്വതമായ അനുഗ്രഹങ്ങളും സന്തുഷ്ടിയുമെല്ലാം ദൈവത്തിൻ്റെ ദാനം മാത്രം എന്ന് ദാവീദ് പാടി. ഈ മനോഭാവം നമുക്കുണ്ടെങ്കിൽ അതേറെ ഗുണം ചെയ്യും. അതില്ലാത്തത് തീരാ നഷ്ടത്തിൽ നമ്മെ കൊണ്ടെത്തിക്കും. 21 സങ്കീർത്തനത്തിൽ ദാവീദ് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് പാടുന്നത് നമുക്കൊരുമിച്ച് ചിന്തിക്കാം. ഇന്ന് നാം 21 അധ്യായവും 22 അധ്യായത്തിൻ്റെ പ്രാരംഭവാക്യങ്ങളും ചിന്തിക്കുവാൻ പോകുകയാണ്. ആ ഭാഗം എടുത്താട്ട് 21 സങ്കീർത്തനത്തിൻ്റെ 1 വാക്യം. സങ്കീർത്തനം മശീഹ സങ്കീർത്തനങ്ങളിൽ ഉൾപ്പെടുത്തിയിട്ടില്ലെങ്കിലും ക്രിസ്തുവിനെ സംബന്ധിച്ച സൂചന ഇതിലും നമുക്ക് കാണുവാൻ സാധിക്കും. നാം 20 സങ്കീർത്തനം വരെയാണല്ലോ പഠിച്ചു കഴിഞ്ഞത്. പുതിയ നിയമത്തിൽ ഈ സങ്കീർത്തനം, അതായത് 21 സങ്കീർത്തനം ക്രിസ്തുവിനെ ബന്ധപ്പെടുത്തി ഉദ്ധരിച്ചിട്ടില്ല. എന്നിരുന്നാലും ഈ സങ്കീർത്തനം മശീഹായെക്കുറിച്ച് പറയുന്ന സങ്കീർത്തനമാണ്. കൽദയ ഭാഷയിലുള്ള പഴയ നിയമത്തിൻ്റെ പരിഭാഷയായ ടാർഗൂം പഠിപ്പിക്കുന്നത് ഈ സങ്കീർത്തനത്തിൽ സൂചിപ്പിച്ചിരിക്കുന്ന രാജാവ് മശീഹ ആകുന്നു എന്നത്രേ. ചില പ്രത്യേക ദിവസങ്ങൾ ആചരിക്കുന്ന സഭകൾ ഈ സങ്കീർത്തനത്തെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ സ്വർഗാരോഹണത്തെയും നമ്മുടെ ശ്രേഷ്ഠ മഹാപുരോഹിതനായി ദൈവത്തിൻ്റെ വലത്തുഭാഗത്തിരിക്കുന്നതിനെയും ഓർപ്പിക്കുന്നതായി ഉപയോഗിക്കുന്നുണ്ട്. നമ്മുടെ കർത്താവിൻ്റെ സ്വർഗാരോഹണത്തെക്കുറിച്ച് ചിന്തിക്കുന്നതിന് ഈ സങ്കീർത്തനം നമുക്ക് അവസരം നൽകുന്നു. നാം അവനെ സ്വർഗത്തിൽ രാജാവായി കാണുന്നതത്രേ. അതുപോലെ തന്നെ അവനെ ത്യജിക്കുന്നവരുടെ മേൽ വരാനിരിക്കുന്ന ന്യായവിധിയെക്കുറിച്ചും നാം കാണുന്നതത്രേ. ഇത് ദാവീദിൻ്റെ മറ്റൊരു അനുഗ്രഹീത സങ്കീർത്തനമാകുന്നു എന്ന് തലക്കെട്ടിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും. ഭൂമിയിൽ ക്രിസ്തു രാജാവായി ഭരണം ചെയ്യുന്നതിനെയാണ് ഇത് സൂചിപ്പിക്കുന്നത്. 21 സങ്കീർത്തനം ദേവാലയ ആരാധനയിൽ ഉപയോഗിച്ചിരുന്നു എന്നത് തർക്കമറ്റ സംഗതി അത്രേ. ഈ സങ്കീർത്തനം ആരംഭിക്കുന്നത് എങ്ങനെയാകുന്നു എന്ന് നമുക്ക് നോക്കാം. 1 വാക്യം. യഹോവേ, രാജാവ് നിന്റെ ബലത്തിൽ സന്തോഷിക്കുന്നു, നിന്റെ രക്ഷയിൽ അവൻ ഏറ്റവും ഉല്ലസിക്കുന്നു. ദാവീദ് തൻ്റെ വ്യക്തിപരമായ അനുഭവമാണ് പറയുന്നതെങ്കിലും ഇത് കർത്താവായ യേശുക്രിസ്തുവിനെ സൂചിപ്പിക്കുന്നതാകുന്നു. രാജാവ് നിന്റെ ബലത്തിൽ സന്തോഷിക്കുന്നു. എബ്രായർക്ക് എഴുതിയ ലേഖനം 12 അധ്യായം 2 വാക്യത്തിൽ കർത്താവിനെക്കുറിച്ച് ഇപ്രകാരം പറഞ്ഞിട്ടുണ്ട്: തൻ്റെ മുമ്പിൽ വെച്ചിരുന്ന സന്തോഷം ഓർത്ത് അവൻ അപമാനം അലക്ഷ്യമാക്കി ക്രൂശിനെ സഹിക്കുകയും ദൈവസിംഹാസനത്തിൻ്റെ വലത്തുഭാഗത്തിരിക്കുകയും ചെയ്തു. നമുക്ക് രക്ഷ നൽകുവാൻ ഇടയായതിൽ കർത്താവ് സന്തോഷിക്കുന്നതായിട്ടാണ് ഈ വാക്യം പറയുന്നത്. തൻ്റെ മേൽ വെച്ചിരിക്കുന്ന ശക്തിയും ബലവും നിമിത്തം അവൻ സന്തോഷിക്കുന്നു. അവൻ സ്വർഗത്തിലേക്ക് കയറിപ്പോയി. ദൂതന്മാരും സൈന്യവും അവൻ്റെ അധീനതയിലാക്കി. അതെ, തന്നിൽ കൂടി ദൈവത്തിങ്കിലേക്ക് കടന്നു വരുന്നവരെ പൂർണ്ണമായി രക്ഷിപ്പാൻ ഇന്നവൻ പ്രാപ്തനാണെന്ന് എബ്രായ ലേഖനത്തിൽ നാം വായിക്കുന്നു. 7 അധ്യായത്തിൻ്റെ 25 വാക്യം. ഇനിയും 21 സങ്കീർത്തനത്തിൻ്റെ 2ഉം 3ഉം വാക്യങ്ങൾ നോക്കാം. അവൻ്റെ ഹൃദയത്തിലെ ആഗ്രഹം നീ അവന് നൽകി, അവൻ്റെ അധരങ്ങളുടെ യാചന നിഷേധിച്ചതുമില്ല. നന്മയുടെ അനുഗ്രഹങ്ങളാൽ നീ അവനെ എതിരേറ്റു, തങ്കക്കിരീടത്തെ അവൻ്റെ തലയിൽ വെക്കുന്നു. കർത്താവ് തൻ്റെ മഹാപുരോഹിത പ്രാർത്ഥനയിൽ പിതാവിന് തൻ്റെ അവസാന റിപ്പോർട്ട് സമർപ്പിച്ചപ്പോൾ യോഹന്നാൻ്റെ സുവിശേഷം 17 അധ്യായത്തിൽ ഇങ്ങനെ പറഞ്ഞു: പിതാവേ, നാഴിക വന്നിരിക്കുന്നു, നിന്റെ പുത്രൻ നിന്നെ മഹത്വപ്പെടുത്തേണ്ടതിന് പുത്രനെ മഹത്വപ്പെടുത്തണമേ എന്ന്. ഈ പ്രാർത്ഥനയും നമ്മുടെ കർത്താവിൻ്റെ മറ്റെല്ലാ അപേക്ഷകളും ദൈവം കേട്ട് ഉത്തരം നൽകും. ഇത് സ്വർഗാരോഹണത്തിൻ്റെ പ്രാർത്ഥനയാണ്. അവൻ ദൈവത്തിൻ്റെ വലത്തു ഭാഗത്തിരിക്കുന്നു. അവൻ്റെ ഹൃദയത്തിലെ ആഗ്രഹം നീ അവന് നൽകി.
കർത്താവ് ഇവിടെ ഭൂമിയിലായിരുന്നപ്പോൾ ഇപ്രകാരം പറഞ്ഞു: പിതാവേ, നീ ലോകസ്ഥാപനത്തിനു മുമ്പേ എന്നെ സ്നേഹിച്ചിരിക്കുക കൊണ്ട് എനിക്ക് നൽകിയ മഹത്വം നീ എനിക്ക് തന്നിട്ടുള്ളവർ കാണേണ്ടതിന് ഞാൻ ഇരിക്കുന്ന ഇടത്ത് അവരും എന്നോടുകൂടെ ഇരിക്കണമെന്ന് ഞാൻ ഇച്ഛിക്കുന്നു. യോഹന്നാന്റെ സുവിശേഷം 17-ാം അധ്യായത്തിൻ്റെ 24-ാം വാക്യം. ഈ പ്രാർത്ഥന ഭാവിയിൽ നാം അവനോടുകൂടെ ഇരിക്കുമ്പോൾ നിവൃത്തിയാകും. അത് സാധ്യമാക്കുവാനാണ് അവൻ ഭൂമിയിൽ വന്നത്. പുത്രൻ്റെ അപേക്ഷ പിതാവ് നടപ്പാക്കാതിരുന്നില്ല. ഇത് നാം ധ്യാനിക്കേണ്ട കാര്യമാകുന്നു എന്ന് സേല നമ്മെ ഓർമ്മിപ്പിക്കുകയാണ് ചെയ്യുന്നത്. അവിടെ ഒരു സേല പിന്നെയും കണ്ടല്ലോ. ഇനിയും 4 മുതൽ 6 വരെയുള്ള വാക്യങ്ങൾ നോക്കിക്കാട്ടെ. അവൻ നിന്നോട് ജീവനെ അപേക്ഷിച്ചു, നീ അവന് കൊടുത്തു. എന്നേക്കുമുള്ള ദീർഘായുസിനെ തന്നെ. നിന്റെ രക്ഷയാൽ അവൻ്റെ മഹത്വം വലിയത്. മാനവും തേജസ്സും നീ അവനെ അണിയിച്ചു. നീ അവനെ എന്നേക്കും അനുഗ്രഹ സമൃദ്ധിയാക്കുന്നു. നിന്റെ സന്നിധിയിലെ സന്തോഷം കൊണ്ട് അവനെ ആനന്ദിപ്പിക്കുന്നു. ഈ ഭൂമിയിൽ അനേകർക്ക് വേണ്ടി തൻ്റെ ജീവനെ മറുവിലയായി കൊടുക്കുവാനാണ് യേശുക്രിസ്തു ഭൂമിയിൽ വന്നത്. ഭൂമിയിൽ നാം അവനെ താഴ്മ ധരിച്ചവനായി കാണുന്നു. പ്രാർത്ഥനയിൽ വീണ്ടും വീണ്ടും യാചന കഴിക്കുന്നവനായി നാം അവനെ കാണുന്നു. ഗത്സമന തോട്ടത്തിൽ അവൻ വ്യഥ അനുഭവിച്ചു. 102-ാം സങ്കീർത്തനത്തിൻ്റെ 23-24 വാക്യങ്ങളിൽ നാം വായിക്കുന്നത്: അവൻ വഴിയിൽ വെച്ച് എൻ്റെ ബലം ക്ഷയിപ്പിച്ചു, അവൻ എൻ്റെ നാളുകളെ ചുരുക്കിയിരിക്കുന്നു. എൻ്റെ ദൈവമേ, ആയുസ്സിൻ്റെ മധ്യത്തിൽ എന്നെ എടുത്തു കളയരുതേ എന്ന് ഞാൻ പറഞ്ഞു. നിന്റെ സംവത്സരങ്ങൾ തലമുറ തലമുറയായി ഇരിക്കുന്നു. അതെ, അവൻ നിന്നോട് ജീവനെ അപേക്ഷിച്ചു. അവൻ ആയുസ്സിൻ്റെ മധ്യത്തിൽ മരിച്ചു. അവന് 33 വയസ്സ് മാത്രമായിരുന്നു പ്രായമുണ്ടായിരുന്നത്. അവനിങ്ങനെ പ്രാർത്ഥിച്ചു: പിതാവേ, നിനക്ക് മനസ്സുണ്ടെങ്കിൽ ഈ പാനപാത്രം എങ്കിൽ നിന്ന് നീക്കണമേ. എങ്കിലും എൻ്റെ ഇഷ്ടമല്ല, നിന്റെ ഇഷ്ടം തന്നെ ആകട്ടെ എന്ന് പ്രാർത്ഥിച്ചു. ലൂക്കോസിൻ്റെ സുവിശേഷം 22-ാം അധ്യായത്തിൻ്റെ 42-ാം വാക്യം. എബ്രായ ലേഖനം 5-ാം അധ്യായത്തിൻ്റെ 7-ാം വാക്യത്തിൽ ഇപ്രകാരം വായിക്കുന്നു: ക്രിസ്തു തൻ്റെ ഐഹിക ജീവിതകാലത്ത് തന്നെ മരണത്തിൽ നിന്ന് രക്ഷിപ്പാൻ കഴിയുന്നവനോട് ഉറച്ച നിലവിളിയോടും കണ്ണുനീരോടും കൂടി അപേക്ഷയും അഭയയാചനയും കഴിക്കുകയും ഭയഭക്തി നിമിത്തം ഉത്തരം ലഭിക്കുകയും ചെയ്തു. എങ്ങനെയാണ് അവൻ ഉത്തരം ലഭിച്ചത്? അവൻ മരിച്ചില്ലേ? എന്നാൽ ദൈവം അവനെ മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ചു. ഇന്ന് അവൻ തൻ്റെ മഹത്വീകരിക്കപ്പെട്ട ശരീരത്തിൽ എന്നേക്കും ജീവിക്കുന്നു. ഇന്ന് അവൻ ദൈവത്തിൻ്റെ വലത്തുഭാഗത്തിരിക്കുന്നു. നിന്റെ രക്ഷയാൽ അവൻ്റെ മഹത്വം വലിയത്. സുഹൃത്തെ, അവൻ എന്നെയും താങ്കളെയും രക്ഷിച്ചിരിക്കിയാൽ അവൻ്റെ മഹത്വം വലിയതായിരിക്കുന്നു. 7 മുതൽ 9 വരെയുള്ള വാക്യങ്ങളിലേക്ക് നാം വരുമ്പോൾ അവിടെ കാണുന്നത്: രാജാവ് യഹോവയിൽ ആശ്രയിക്കുന്നു, അത്യുന്നതൻ്റെ കാരുണ്യം കൊണ്ട് അവൻ കുലുങ്ങാതിരിക്കും. നിന്റെ കൈ നിന്റെ സകല ശത്രുക്കളെയും കണ്ടുപിടിക്കും. നിന്റെ വലങ്കൈ നിന്നെ പകയ്ക്കുന്നവരെ പിടികൂടും. നിന്റെ പ്രത്യക്ഷതയുടെ കാലത്ത് നീ അവരെ തീച്ചുളയിലെ പോലെയാക്കും. യഹോവ തൻ്റെ ക്രോധത്തിൽ അവരെ വിഴുങ്ങിക്കളയും, തീ അവരെ ദഹിപ്പിക്കും. അവൻ രക്ഷയുടെ ദൈവം മാത്രമല്ല, അവൻ്റെ ക്രൂശ് മരണം മൂലം അവൻ ന്യായവിധിയുടെ ദൈവവുമായിരിക്കുന്നു. അവനെ ത്യജിക്കുന്നവർ അവൻ്റെ ശത്രുക്കളാണ്. എന്നെ ശ്രദ്ധിക്കുന്ന പ്രിയ സുഹൃത്തെ, താങ്കൾ നരകത്തിൽ വിശ്വസിക്കുന്നില്ലേ? വേദപുസ്തകം അതേക്കുറിച്ച് പഠിപ്പിക്കുന്നുണ്ട് കേട്ടോ. നരകമുണ്ട് എന്ന് താങ്കൾ വിശ്വസിക്കുന്നില്ലെങ്കിൽ താങ്കൾ വേദപുസ്തകത്തോട് യോജിക്കുന്നില്ല എന്നാണ് അതിൻ്റെ അർത്ഥം. എന്നാൽ നരകമെന്നത് വാസ്തവമാകുന്നു എന്ന് താങ്കൾ മനസ്സിലാക്കുന്ന ഒരു ദിവസം വരാൻ പോകുന്നു. അതിൽ നിന്ന് ഒഴിയണമെങ്കിൽ താങ്കൾ ഇന്ന് യേശുവിൽ വിശ്വസിച്ച് സ്വർഗരാജ്യത്തിൻ്റെ അവകാശിയായി തീരേണ്ടത് ആവശ്യമാണ്. നരകമെന്നുള്ളത് സന്തോഷകരമായൊരു വിഷയമല്ല. ദൈവം നമ്മെ രക്ഷിക്കുവാൻ ആഗ്രഹിക്കുന്നു. എന്നാൽ താൻ വെച്ചിരിക്കുന്ന വഴിയിൽ കൂടി താങ്കൾ കടന്നു ചെല്ലുന്നില്ലെങ്കിൽ, അഥവാ താങ്കൾക്ക് അവൻ്റെ രക്ഷ ആവശ്യമില്ലെങ്കിൽ, ന്യായവിധി അല്ലാതെ മറ്റൊന്നും താങ്കൾക്കായി കാത്തിരിക്കുന്നില്ല, അവശേഷിക്കുന്നില്ല. 10 മുതലുള്ള വാക്യങ്ങൾ നമുക്ക് നോക്കാം. നീ അവരുടെ ഫലത്തെ ഭൂമിയിൽ നിന്നും അവരുടെ സന്തതിയെ മനുഷ്യപുത്രന്മാരുടെ ഇടയിൽ നിന്നും നശിപ്പിക്കും. അവർ നിനക്ക് വിരോധമായി ദോഷം വിചാരിച്ചു, തങ്ങളാൽ സാധിക്കാത്തൊരു ഉപായം നിരൂപിച്ചു. നീ അവരെ പുറം കാട്ടുമാറാക്കും, അവരുടെ മുഖത്തിന് നേരെ അസ്ത്രം ഞാണിന്മേൽ തൊടുക്കും. യഹോവേ, നിന്റെ ശക്തിയിൽ ഉയർന്നിരിക്കണമേ, ഞങ്ങൾ പാടി നിന്റെ ബലത്തെ സ്തുതിക്കും. ഈ മനോഹരമായ സങ്കീർത്തനത്തിൽ നാം ക്രിസ്തുവിൻ്റെ ക്രൂശിനെയും അവൻ്റെ കഷ്ടപ്പാടുകളെയും കാണുന്നു. തനിക്ക് മുമ്പിൽ വെച്ചിരുന്ന സന്തോഷം ഓർത്താണ് അവൻ ഇതെല്ലാം സഹിച്ചത്. അവിടുത്തെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടി. ഇപ്പോൾ രാജാവ് സ്വർഗത്തിലാണ്.
മഹത്വവും മാനവും അണിഞ്ഞവനായി നാം അവനെ കാണുന്നു. തൻ്റെ ജനത്തിനു വേണ്ടിയാണ് അവൻ അവിടെ ആയിരിക്കുന്നത്. അവൻ അവിടെ സ്വർഗത്തിൽ പറഞ്ഞു തീരാത്ത സന്തോഷത്തോടെയാണ് ഇരിക്കുന്നത്. അവൻ്റെ രാജകീയ മഹത്വത്തിൽ പ്രത്യക്ഷപ്പെടുവാനുള്ള സമയത്തിനായി കാത്തിരിക്കുകയാണ് അവൻ ചെയ്യുന്നത്. കർത്താവ് ഈ ഭൂമിയിൽ ഒന്നാമത് വന്നപ്പോൾ ദുഃഖവും കഷ്ടവും നിറഞ്ഞവനായി നാം അവനെ കാണുന്നു. എന്നാൽ ഇന്നും അവൻ ദൈവത്തിൻ്റെ വലത്തു ഭാഗത്തിരിക്കുന്നു. അവൻ്റെ ഹൃദയം സന്തോഷം കൊണ്ട് നിറഞ്ഞിരിക്കുന്നു. ആ സന്തോഷം എനിക്കും താങ്കൾക്കും പകർന്നു തരുവാൻ അവൻ ആഗ്രഹിക്കുന്നു. അതെ, അവനെ ഇന്ന് നമുക്ക് വാസ്തവത്തിലൊന്ന് ദർശിക്കുവാൻ കഴിഞ്ഞെങ്കിൽ എത്ര നന്നായിരുന്നു. നമ്മുടെ കർത്താവ് ഈ ഭൂമിയിലായിരുന്നപ്പോൾ അവൻ്റെ ശത്രുക്കൾ അവനെതിരായി ഗൂഢാലോചന ചെയ്തു. എന്നാൽ അവൻ യഹോവയിൽ ആശ്രയം വെച്ചു. വെളിപ്പാട് പുസ്തകം 12-ാം അധ്യായത്തിൽ വിവരിച്ചിരിക്കുന്ന യോഹന്നാൻ്റെ ദർശനത്തിൽ മഹാസർപ്പം സാത്താനെയും സ്ത്രീ പ്രസവിച്ച കുട്ടി ക്രിസ്തുവിനെയും സൂചിപ്പിക്കുന്നു. സ്ത്രീ ഇസ്രായേലാണ്. മഹാസർപ്പത്തിന് സ്ത്രീ പ്രസവിച്ച കുട്ടിയെ തിന്നുകളയുവാനായിരുന്നു മോഹം. എന്നാൽ മഹാസർപ്പത്തിന് ആ കുട്ടിയെ വിഴുങ്ങുവാൻ കഴിയുന്നതിനു മുമ്പ് അവൻ ദൈവത്തിൻ്റെ അടുക്കലേക്കും അവൻ്റെ സിംഹാസനത്തിലേക്കും പെട്ടെന്നെടുക്കപ്പെട്ടു. ഇന്ന് അവിടെയാണ് അവൻ ആയിരിക്കുന്നത്. അതുപോലെ തന്നെ വെളിപ്പാട് പുസ്തകത്തിൽ വിശദമായി വിവരിച്ചിരിക്കുന്ന ന്യായവിധിയുടെ ചിത്രവും ഈ സങ്കീർത്തനം നമുക്ക് നൽകുന്നു. 2 തെസ്സലോനിക്കർ 1-ാം അധ്യായത്തിൻ്റെ 6 മുതൽ 10 വരെയുള്ള വാക്യങ്ങളിൽ പൗലോസ് അപ്പോസ്തലൻ അത് സൂചിപ്പിച്ചിട്ടുണ്ട്. ക്രിസ്തുവിൻ്റെ സ്വർഗാരോഹണത്തെ സൂചിപ്പിക്കുന്ന മഹത്വകരമായ ഒരു സങ്കീർത്തനം മാത്രമേ ഇപ്പോൾ നാം പഠിച്ച 21-ാം സങ്കീർത്തനം. എന്നെ ശ്രദ്ധിക്കുന്ന പ്രിയ സുഹൃത്തെ, ഇന്ന് താങ്കൾക്ക് അവനോടുള്ള ബന്ധം എങ്ങനെയാണ്? അവൻ താങ്കളുടെ രക്ഷകനായിട്ടില്ലെങ്കിൽ, താങ്കൾക്ക് വേണ്ടി മരിക്കുവാനായി ഭൂമിയിൽ വന്നതിൽ താങ്കൾ വിശ്വസിക്കുന്നില്ലെങ്കിൽ, ന്യായവിധി ഒരു ദിവസം താങ്കളുടെ മേൽ വരുവാൻ പോകുന്നു. പേടിപ്പിക്കുകയല്ല, വളരെ സ്നേഹത്തോടെ പറയുകയാണ്. എന്നാൽ ഇന്ന് അവൻ ദൈവത്തിൻ്റെ വലത്തുഭാഗത്ത് സന്തോഷപൂർണനായിരിക്കുന്നു. കാരണം അവൻ നമ്മുടെ രക്ഷയ്ക്കുള്ളത് എല്ലാം നിവർത്തിച്ചിരിക്കുന്നു എന്നത് തന്നെ. ക്രിസ്തു യേശുവിലുള്ള ദൈവകൃപയെ ഈ സങ്കീർത്തനം വ്യക്തമാക്കുന്നതാണ് നാം കണ്ടത്. താങ്കളുടെ വിലപ്പെട്ട നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും പ്രാർത്ഥനാ വിഷയങ്ങളും ഇന്ന് തന്നെ ഞങ്ങളെ വിളിച്ചറിയിക്കുക. വിളിക്കേണ്ട നമ്പർ 8281384455. ഇന്നത്തെ പ്രോഗ്രാം താങ്കൾക്ക് ഇഷ്ടപ്പെട്ടുവോ? എങ്കിൽ ഉടൻ തന്നെ ഞങ്ങൾക്കൊരു മിസ് കോൾ തരിക. അടുത്ത വിജയി ഒരുപക്ഷെ താങ്കളായിരിക്കാം. ഇനിയും ഇതുപോലെ തന്നെ പ്രധാനപ്പെട്ട മറ്റൊരു സങ്കീർത്തനത്തിലേക്ക് നാം പ്രവേശിക്കുകയാണ്. 22-ാം സങ്കീർത്തനം ഏറ്റവും ശ്രേഷ്ഠമായുള്ളതും ശ്രദ്ധേയമായിട്ടുള്ളതും സങ്കീർത്തനങ്ങളുടെ നടുവിലെ ഒരു മുത്തുമാണ് 22-ാം സങ്കീർത്തനം. മാനുഷിക ചിന്തയ്ക്കും ഗ്രാഹ്യശക്തിക്കും അതീതമായ നിലയിൽ ക്രിസ്തുവിൻ്റെ കഷ്ടാനുഭവങ്ങൾ ഇതിൽ വിവരിച്ചിരിക്കുന്നു. ആത്മീയ സംഘട്ടനവും വിശ്വാസത്തിൻ്റെ പരിശോധനയുമായി പരിചയപ്പെട്ടിട്ടുള്ളവർ ഇതിനെ വളരെയേറെ വിലമതിക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല. തിരുവചനത്തിൽ എനിക്ക് കൈകാര്യം ചെയ്യുവാൻ അർഹതയില്ല എന്ന് ഞാൻ ചിന്തിക്കുന്ന പല ഭാഗങ്ങളിൽ വെച്ചൊന്നത്രേ 22-ാം സങ്കീർത്തനം. 22-ാം സങ്കീർത്തനത്തിലേക്ക് വരുമ്പോൾ എനിക്ക് തോന്നുന്നത് നാം വിശുദ്ധ സ്ഥലത്താണ് നിൽക്കുന്നത് എന്നത്രേ. ഇവിടെ നാം നമ്മുടെ ആത്മിക ചെരുപ്പുകൾ ഊരി മാറ്റേണ്ടതുണ്ട്. ഇവിടം വിശുദ്ധമാണ്. ഈ സങ്കീർത്തനത്തെ ക്രൂശിൻ്റെ സങ്കീർത്തനം എന്നാണ് വിളിക്കുന്നത്. കാരണം ഇതിൽ ക്രിസ്തുവിൻ്റെ ക്രൂശീകരണത്തെക്കുറിച്ച് മറ്റ് ഏത് വേദഭാഗങ്ങളെക്കാളും അധികം ശരിയായും വിശദമായും വ്യക്തമായും വിവരിച്ചിട്ടുണ്ട്. ഉൽപ്പത്തി പുസ്തകം 22-ാം അധ്യായത്തോടും യെശയ്യാപ്രവചനം 53-ാം അധ്യായത്തോടും ഇതിന് വളരെ സാമ്യമുണ്ട് എന്ന് പറയാം. സംഗീത പ്രമാണിക്ക് ഉഷസിൽ മാൻപേട എന്ന രാഗത്തിൽ ദാവീദിൻ്റെ ഒരു സങ്കീർത്തനം എന്ന ശീർഷകമാകുന്നു 22-ാം സങ്കീർത്തനത്തിനുള്ളത്. ഉഷസിൽ മാൻപേട എന്നതിന് അനേക അർത്ഥങ്ങളാണ് സങ്കല്പിച്ചിരിക്കുന്നത്. ഇതൊരു സംഗീത ഉപകരണത്തെ സൂചിപ്പിക്കുന്നുവെന്നാണ് ചിലർ ചിന്തിക്കുന്നത്. ഉഷസിൽ മാൻപേട എന്ന ഗായക സംഘത്തിൻ്റെ സംഗീത പ്രമാണിക്ക് കീർത്തനം പാടാനായി ഏൽപ്പിച്ചു കൊടുത്തു എന്ന് വേറൊരു കൂട്ടം പണ്ഡിതന്മാർ അഭിപ്രായപ്പെടുന്നുണ്ട്. വേറെ ചിലരുടെ അഭിപ്രായത്തിൽ ഈ വാക്കുകൾ അന്ന് പാടി വന്ന മറ്റ് ഏതെങ്കിലും ഒരു കവിതയുടെ ആദ്യ വരികളായിരിക്കാം. അതിൻ്റെ ഉദ്ദേശം
ആ പാട്ട് പാടുന്ന രീതിയിൽ വേണം ഇതും പാടുവാൻ എന്ന് മാത്രം. അങ്ങനെ അനേകം അഭിപ്രായങ്ങൾ കാണുവാൻ കഴിയുന്നുണ്ട്. ക്രിസ്തുവിനെ ചിത്രീകരിക്കുന്ന അനേക മശിഹാ സങ്കീർത്തനങ്ങളുണ്ടല്ലോ. ഉദാഹരണമായി 1-ാം സങ്കീർത്തനം ക്രിസ്തുവിൻ്റെ സ്വഭാവം വരച്ച് കാണിക്കുന്ന സങ്കീർത്തനമാണ്. അവൻ ആരാണ്, അവൻ്റെ ജീവിതം, അവൻ്റെ പരിചയങ്ങൾ എന്നിവ അവിടെ നാം കാണുന്നു. എന്നാൽ 22-ാം സങ്കീർത്തനം ക്രിസ്തുവിൻ്റെ അന്തരാത്മാവിലേക്ക് തുളച്ചു കയറുന്ന എക്സ്റേ ആണ്. അത് ക്രിസ്തുവിൻ്റെ വിചാരങ്ങളെ വെളിപ്പെടുത്തുന്നു. അവൻ്റെ കഷ്ടാനുഭവങ്ങളുടെ വ്യഥ ഇവിടെ നാം കാണുന്നു. അവൻ്റെ ആത്മാവ് തുറന്ന് കാണിച്ചിരിക്കുന്നു. സുവിശേഷങ്ങളിൽ ക്രിസ്തുവിൻ്റെ മരണത്തെക്കുറിച്ചും അവൻ്റെ ക്രൂശീകരണ സമയത്ത് നടന്ന ചില സംഭവങ്ങളുടെയും ചരിത്രപരമായ വിവരം നമുക്ക് ലഭിക്കുന്നു. എന്നാൽ 22-ാം സങ്കീർത്തനത്തിൽ മാത്രമാണ് അവൻ്റെ വിചാരങ്ങൾ വെളിപ്പെടുത്തി തന്നിരിക്കുന്നത്. കർത്താവായ യേശുക്രിസ്തു ക്രൂശിന്മേലായിരുന്നപ്പോൾ 22-ാം സങ്കീർത്തനം മുഴുവൻ ഉരുവിട്ടു എന്ന് പല വേദപണ്ഡിതന്മാരും വിശ്വസിക്കുന്നുണ്ട്. ഞാനും അതിനോട് യോജിക്കുന്നു. കാരണം സുവിശേഷങ്ങളിൽ പറഞ്ഞിരിക്കുന്ന ക്രൂശിലെ 7 മൊഴികൾ ഈ സങ്കീർത്തനത്തിലോ അഥവാ അതിൻ്റെ മനസംബന്ധിയായ പശ്ചാത്തലമോ ഇവിടെ നമുക്ക് കാണുവാൻ സാധിക്കും. വലിയ വെള്ളിയാഴ്ചത്തെ അഥവാ ദുഃഖ വെള്ളിയാഴ്ചത്തെ ആരാധന പല പള്ളികളിലും പല പ്രകാരത്തിലാണല്ലോ. ചില സഭകളിൽ ക്രിസ്തു ക്രൂശിൽ കിടന്നുകൊണ്ട് പറഞ്ഞ ഒടുവിലത്തെ 7 മൊഴികൾ ധ്യാനിക്കുന്ന പതിവുണ്ട്. ചിലപ്പോൾ 7 വ്യക്തികൾ പ്രസംഗിക്കും. അതല്ല എങ്കിൽ 1-2 പേർ മുഴുവൻ, അതായത് 7 മൊഴികളും പ്രസംഗിക്കും. അങ്ങനെ ആയതിനാൽ അനേകർക്കും ഈ വിഷയത്തെക്കുറിച്ച് വളരെയേറെ അറിയാം. പലതും വിരസമായ ആവർത്തനമാണെങ്കിൽ തന്നെ പലപ്പോഴും ഇതിൽ ഒരു ആത്മീക വിരുന്ന് അനുഭവിക്കുവാൻ നമുക്ക് സാധിക്കുന്നുണ്ട് എന്നതിൽ 2 പക്ഷമില്ല. ഓരോ ദൈവദാസന്മാരും ഇതിനെ വിവരിക്കുന്നത് ഹൃദയസ്പർശിയായിട്ടാണ്. ഈ സങ്കീർത്തനത്തിലൂടെ ഞാനും അതുതന്നെയാണ് ചെയ്യുവാൻ പോകുന്നത്. സാധാരണ താങ്കൾ കേൾക്കാറുള്ളതിൽ നിന്നും ചില വ്യത്യാസങ്ങൾ വരുത്തുവാൻ പോകുകയാകുന്നു എന്ന് മാത്രം. ഒന്നാമത്, ക്രൂശിൻ്റെ ചുവട്ടിൽ നിന്നുകൊണ്ട് അവിടുത്തെ മൊഴികൾ ശ്രദ്ധിക്കുന്ന നമ്മുടെ പതിവ് ഒന്നും മാറ്റി നമ്മുടെ സ്ഥാനം അവനോടുകൂടെ ആ ക്രൂശിന്മേലാക്കുവാൻ പോകുകയാണ്. അതിന് തയ്യാറാണോ? ബുദ്ധിമുട്ടായി തോന്നുന്നുണ്ടല്ലേ? ശ്രദ്ധിക്കൂ, ദൂരെ മാറി നിന്ന് കാണുവാൻ സാധിക്കുന്നതിൽ നിന്നും വളരെ വ്യത്യസ്തമാണ് ഞാനിപ്പോൾ പറഞ്ഞ ഈ സ്ഥാനം. അവനോടൊപ്പം ക്രൂശിന്മേൽ, അവനോടൊപ്പം ക്രൂശിൻ്റെ ചുവട്ടിൽ നിൽക്കുന്നവരെ നമുക്ക് വീക്ഷിക്കാവുന്നതും കൂടിയാണ്. അവിടുത്തെ ഹൃദയത്തെയും നമുക്ക് അവിടെ നിന്ന് കാണാവുന്നതാണ്. ലോകത്തിൻ്റെ പാപത്തിനുള്ള യാഗമായി അവിടുന്ന് തീർന്നപ്പോൾ അവിടുത്തെ ആത്മാവിൽ സംഭവിച്ചതെന്തെന്ന് നാം ആഴമായി കാണുന്നതാണ്. സ്വർഗത്തിനും ഭൂമിക്കും മധ്യേ അവൻ തൂങ്ങിക്കിടന്നപ്പോൾ, അതെ, സ്വർഗത്തിൽ നിന്നും ഈ ഭൂമിയിലേക്കുള്ള ഒരു കോവേണിയായി അവൻ തീർന്നു. അങ്ങനെ ദൈവത്തിങ്കിലേക്ക് മനുഷ്യനൊരു വഴിയുണ്ടായി. പാപമറിയാത്തവനെ നാം അവനിൽ ദൈവത്തിൻ്റെ നീതിയാകേണ്ടതിന് നമുക്ക് വേണ്ടി പാപമാക്കി. ആ ക്രൂശിൽ അവൻ നമുക്ക് വേണ്ടി മരിച്ചപ്പോൾ നാം അവിടെ ഉണ്ടായിരുന്നു. ഇന്ന് നാം വിശ്വാസത്താൽ ക്രിസ്തുവിലായിരിക്കുന്നത് പോലെ അവൻ മരിച്ചപ്പോൾ നാമും ആ ക്രൂശിലുണ്ടായിരുന്നു. പത്രോസ് അപ്പോസ്തലൻ ഇപ്രകാരമാണ് ഇതിനെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത്: നാം പാപം സംബന്ധിച്ച് മരിച്ച് നീതിക്ക് ജീവിക്കേണ്ടതിന് അവൻ തൻ്റെ ശരീരത്തിൽ നമ്മുടെ പാപങ്ങളെ ചുമന്നുകൊണ്ട് ക്രൂശിന്മേൽ കയറി. അവൻ്റെ അടിപ്പിണരാൽ നിങ്ങൾക്ക് സൗഖ്യം വന്നിരിക്കുന്നു. 1 പത്രോസ് 2:24. പാപത്തിൽ നിന്ന് സൗഖ്യം വന്നിരിക്കുന്നു എന്നർത്ഥം. അതെ, ആദ്യത്തെ വാക്യത്തിൽ നാം കാണുന്നത് ക്രൂശിന്മേൽ അവൻ നിലവിളിച്ച ആ നിലവിളിയാണ്: എൻ്റെ ദൈവമേ, എൻ്റെ ദൈവമേ, നീ എന്നെ കൈവിട്ടതെന്ത്? ദൈവത്താൽ കൈവിടപ്പെട്ട ഏകനായ ഈ വ്യക്തിയുടെ സഹതാപപൂർണമായ നിലവിളിയോടുകൂടിയാണ് 22-ാം സങ്കീർത്തനം ആരംഭിക്കുന്നത്. എൻ്റെ ദൈവമേ, എൻ്റെ ദൈവമേ, നീ എന്നെ കൈവിട്ടതെന്ത്? എന്നെ രക്ഷിക്കാതെയും എൻ്റെ ഞരക്കത്തിൻ്റെ വാക്കുകൾ കേൾക്കാതെയും അകന്നു നിൽക്കുന്നതെന്ത്? ഏലി ഏലി ലമ്മാ ശബക്താനി. എൻ്റെ ദൈവമേ, എൻ്റെ ദൈവമേ, നീ എന്നെ കൈവിട്ടതെന്ത്? യേശുവിനെ ദൈവം കൈവിട്ടു. ക്രിസ്തുവിൻ്റെ മാനുഷിക കഷ്ടപ്പാടുകളുടെ വിവരണമാണ് ഇവിടെ നമുക്ക് ലഭിക്കുന്നത് എന്ന കാര്യം ആദ്യമായി തന്നെ ഞാൻ സൂചിപ്പിക്കട്ടെ. ഒരു മനുഷ്യനെന്ന നിലയിൽ അവൻ ക്രൂശിൽ തൂങ്ങിക്കിടക്കുന്നതാണ് നാം കാണുന്നത്. ലോകത്തിൻ്റെ പാപത്തെ ചുമന്നൊഴിക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാട്. എബ്രായ ലേഖനത്തിൽ ഇതിനെക്കുറിച്ച് കൂടുതൽ വെളിച്ചം നമുക്ക് ലഭിക്കുന്നുണ്ട്. എബ്രായ ലേഖനം 2-ാം അധ്യായത്തിൻ്റെ 9-ാം വാക്യം: എങ്കിലും ദൈവകൃപയാൽ എല്ലാവർക്കും വേണ്ടി മരണം ആസ്വദിപ്പാൻ
ദൂതന്മാരിലും അല്പം ഒരു താഴ്ച വന്നവനായി യേശു മരണം അനുഭവിച്ചതുകൊണ്ട് അവനെ മഹത്വവും ബഹുമാനവും അണിഞ്ഞവനായി നാം കാണുന്നു. അവനെയാണ് നാം കാണുന്നത്. സ്വർഗത്തിൻ്റെ മഹിമകളെ വെടിഞ്ഞ് താണിറങ്ങി വന്ന് മനുഷ്യനായവൻ. ദൈവത്തെ നമുക്ക് വെളിപ്പെടുത്തി തരുവാനാണ് അവൻ വന്നത് എന്നത് ശരി തന്നെ. എന്നാൽ മനുഷ്യനെ രക്ഷിക്കുക എന്നതായിരുന്നു അവൻ്റെ പരമമായ ഉദ്ദേശം. എബ്രായലേഖനം 2-ാം അധ്യായത്തിൻ്റെ 14-15 വാക്യങ്ങളിൽ നാം വായിക്കുന്നത്, മക്കൾ ജഡരക്തങ്ങളോട് കൂടിയവർ ആകകൊണ്ട് അവനും അവരെപ്പോലെ ജഡരക്തങ്ങളോട് കൂടിയവനായി മരണത്തിൻ്റെ അധികാരിയായ പിശാചിനെ തൻ്റെ മരണത്താൽ നീക്കി ജീവപര്യന്തം മരണഭീതിയിൽ അടിമകളായിരുന്നവരെ ഒക്കെയും വിടുവിച്ചു. എത്ര മനോഹരം! തൻ്റെ ജീവിതം കൊണ്ട് ആരെയും അവന് രക്ഷിപ്പാൻ കഴിയുമായിരുന്നില്ല സുഹൃത്തെ. അവൻ്റെ യാഗമായ മരണമാണ് രക്ഷിക്കുന്നത്. എബ്രായലേഖനം 2-ാം അധ്യായത്തിൻ്റെ 16-ാം വാക്യം നോക്കിക്കേ. ദൂതന്മാരെ സംരക്ഷണ ചെയ്യുവാനല്ല, അബ്രഹാമിൻ്റെ സന്തതിയെ സംരക്ഷണ ചെയ്യുവാനത്രേ അവൻ വന്നത്. 18-ാം വാക്യം, താൻ തന്നെ പരീക്ഷിതനായി കഷ്ടമനുഭവിച്ചിരിക്കയാൽ പരീക്ഷിക്കപ്പെടുന്നവർക്ക് സഹായിപ്പാൻ കഴിവുള്ളവൻ ആകുന്നു. ക്രൂശിൽ ക്രിസ്തുവിനെ ഒരു പൂർണ്ണ മനുഷ്യനായി നാം കാണുന്നു. ദൈവത്തിൽ ആശ്രയിപ്പാനും ആശ്വാസം കണ്ടെത്തുവാനും അവൻ പഠിച്ചിരുന്നു. താൻ ചെയ്യുന്ന എല്ലാ കാര്യത്തിലും ദൈവത്തിൽ അവൻ ആശ്രയം വെച്ചിരുന്നു. ദൈവത്തെ പ്രസാദിപ്പിക്കുന്ന കാര്യങ്ങളാണ് എല്ലായ്പ്പോഴും അവൻ ചെയ്തിരുന്നത്. എന്നിട്ടും ഈ നിസ്സഹായ അവസ്ഥയിൽ അവൻ ദൈവത്താൽ കൈവിടപ്പെട്ടവനായി തീർന്നു. ഒരിടത്തും സഹായത്തിനായി അവന് തിരിയുവാൻ കഴിഞ്ഞില്ല. മനുഷ്യരിലേക്കോ ദൈവത്തിങ്കിലേക്കോ. ക്രിസ്തുയേശു എന്ന മനുഷ്യൻ കൈവിടപ്പെട്ടു. വേറെ ഒരു വ്യക്തിക്കും ഒരിക്കലും ഇതുപോലെയുള്ള അനുഭവം ഉണ്ടായിട്ടില്ല സുഹൃത്തെ. യേശുവിനും മാത്രമാണ് ഈ അനുഭവം ഉണ്ടായത്. എന്തുകൊണ്ടാണ് ദൈവം അവനെ കൈവിട്ടത്? 2-3 വാക്യങ്ങൾ. എൻ്റെ ദൈവമേ, ഞാൻ പകൽ സമയത്ത് വിളിക്കുന്നു, എങ്കിലും നീ ഉത്തരമരുളുന്നില്ല. രാത്രികാലത്തും ഞാൻ വിളിക്കുന്നു, എനിക്കൊട്ടും മൗനതയില്ല. ഇസ്രായേലിൻ്റെ സ്തുതികളിന്മേൽ വസിക്കുന്നവനെ, നീ പരിശുദ്ധനാകുന്നുവല്ലോ. എന്തുകൊണ്ട് ദൈവം യേശുക്രിസ്തുവിനെ കൈവിട്ടു? കാരണം ക്രൂസിൽ കിടന്ന ആ അവസാനത്തെ 3 മണിക്കൂറുകൾ അവനെ ദൈവം പാപമാക്കി. കുറച്ച് സമയത്തേക്ക് അവൻ കൈവിടപ്പെട്ടു. ആ സമയം ദൈവം ക്രിസ്തുവിൽ തന്നോട് നിരന്നുകൊള്ളുവീൻ എന്ന് ലോകത്തോട് പറഞ്ഞുകൊണ്ടാണ് ഇരുന്നത്. അതത്രേ ഏറ്റവും അതിശയകരമായ വസ്തുത. കർത്താവായ യേശു തന്നെ ഇങ്ങനെ പറഞ്ഞു, നിങ്ങൾ ഓരോരുത്തൻ താൻ്റെ സ്വന്തത്തിലേക്ക് ചിതറിപ്പോകുകയും എന്നെ ഏകനായി വിടുകയും ചെയ്യുന്ന നാഴിക വരുന്നു, വന്നുമിരിക്കുന്നു. പിതാവ് എന്നോടുകൂടെ ഉള്ളതുകൊണ്ട് ഞാൻ ഏകനല്ല താനും. അവനെ പിടിച്ചപ്പോൾ പിതാവ് അവനോടുകൂടെ ഉണ്ടായിരുന്നു. അവൻ അടി കൊണ്ടപ്പോൾ, അവനെ ക്രൂശിൽ തറച്ചപ്പോൾ, അതെ, അവൻ്റെ മുഖത്ത് തുപ്പിയപ്പോൾ, ആ സമയത്തെല്ലാം പിതാവായ ദൈവം യേശുവിനോട് കൂടെ ഉണ്ടായിരുന്നു. എന്നാൽ ആ അവസാനത്തെ 3 മണിക്കൂറുകൾ അവൻ അവൻ്റെ പ്രാണൻ പാപത്തിന് യാഗമാക്കി തീർത്തു. അവനെ തകർത്ത് കളയുവാൻ ദൈവത്തിന് പ്രസാദം തോന്നി. കൈവിടപ്പെടുക എന്നതിൻ്റെ അർത്ഥം താങ്കൾക്കറിയാമോ? ദൈവത്താൽ കൈവിടപ്പെടുക എന്നതിൻ്റെ അർത്ഥം എന്താണെന്ന് എനിക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നില്ല. ഇന്ന് ലോകത്തിലുള്ള ഏറ്റവും ഹീനനായ മനുഷ്യൻ പോലും ദൈവത്താൽ കൈവിടപ്പെട്ടവനല്ല. ഏതൊരു വ്യക്തിക്കും ദൈവത്തിങ്കിലേക്ക് തിരിഞ്ഞു ചെല്ലാം. എന്നാൽ ക്രിസ്തു എൻ്റെ പാപം തൻ്റെ മേൽ ഏറ്റെടുത്തപ്പോൾ അവൻ ദൈവത്താൽ കൈവിടപ്പെട്ടവനായി. നീ എന്നെ കൈവിട്ടതെന്ത്? എന്ത്? അക്ഷമയുടെ ചോദ്യമല്ല ഇത്. നിരാശയുടെയോ സംശയത്തിൻ്റെയോ ചോദ്യവുമല്ല. പിന്നെയോ തീവ്രമായ വേദനകളുടെ മധ്യത്തിൽ ഉയർന്ന മാനുഷിക നിലവിളിയത്രേ ഇത്. അത് അവൻ്റെ നിഷ്കളങ്കവും വിശുദ്ധവുമായ ജീവിതത്താൽ ഗൗരവതരമാക്കപ്പെട്ടു. തീവ്രവേദനയാണ് അവൻ ഇപ്പോൾ അനുഭവിക്കുന്നത്. അവൻ തനിയെയാണ്. അവൻ തനിയെ ലോകത്തിൻ്റെ പാപം തൻ്റെ മേൽ വഹിക്കുന്ന അവസരമായിരുന്നു അത്. അതെ, ഭയാനകവും വേദനാജനകവുമായ കരച്ചിൽ തൻ്റെ പങ്കപ്പാടുകളിൽ താൻ ഏകനായി എന്ന് കാണിക്കുന്നു. എന്നെ രക്ഷിക്കാതെയും എൻ്റെ ഞരക്കത്തിൻ്റെ വാക്കുകൾ കേൾക്കാതെയും അകന്നു നിൽക്കുന്നതെന്ത്? ഞരക്കത്തിൻ്റെ വാക്കുകൾ, അതെ, അവൻ്റെ വിസ്താര സമയം യേശു മിണ്ടാതെയിരുന്നു. രോമം കത്തിരിക്കുന്നവരുടെ മുൻപാകെ മിണ്ടാതെയിരിക്കുന്ന ആടിനെപ്പോലെ അവൻ വായ് തുറക്കാതെയിരുന്നു. അവർ അവനെ അടിച്ചപ്പോൾ യാതൊന്നും പറഞ്ഞില്ല. അവർ അവനെ ക്രൂസിൽ ആണികൊണ്ട് തറച്ചപ്പോൾ അവൻ ഞരങ്ങിയില്ല. എന്നാൽ ദൈവം തന്നെ കൈവിട്ടപ്പോൾ ഒരു സിംഹത്തെപ്പോലെ അവൻ അലറി നിലവിളിച്ചു. അത് വേദനയുടെ മുറവിളിയായിരുന്നു. മുറിവേറ്റ ഒരു മൃഗത്തെപ്പോലെ അവൻ ക്രൂശിൽ വെച്ച് നിലവിളിച്ചു.
അതൊരു മനുഷ്യൻ്റെ നിലവിളി പോലെ ആയിരുന്നില്ല, പിന്നെയോ ഒരു സിംഹം അലറുന്നത് പോലെയുള്ള നിലവിളിയായിരുന്നു. പ്രിയ സുഹൃത്തെ, നമ്മുടെ പാപം അവൻ്റെ മേലേറ്റപ്പോൾ അവന് വഹിക്കേണ്ടി വന്ന ദുഃഖവും വേദനയും അതുമാത്രമായിരുന്നു. തുടർന്ന് 6-ാം വാക്യം നമുക്ക് നോക്കാം. ഞാനോ മനുഷ്യനല്ല, ഒരു കൃമിയത്രേ, മനുഷ്യരുടെ ധിക്കാരവും ജനത്താൽ നിന്ദിതനും തന്നെ. ഞാനൊരു കൃമിയാകുന്നു എന്ന് പറഞ്ഞപ്പോൾ എന്താണ് അവൻ അർത്ഥമാക്കിയത്? ഒരു സിംഹത്തെപ്പോലെ അവൻ അലറി നിലവിളിച്ചു. ഇപ്പോൾ അവൻ പറയുന്നു, ഞാനോ ഒരു കൃമി എത്രയെന്ന്. ഏറ്റവും താണപടിയിൽ അവൻ എത്തിച്ചേർന്നത് കൊണ്ടാണ് അപ്രകാരം പറഞ്ഞിരിക്കുന്നത്. അവൻ മനുഷ്യരാൽ നിന്ദിക്കപ്പെട്ടും ത്യജിക്കപ്പെട്ടും വ്യസനപാത്രമായും രോഗം ശീലിച്ചവനായും ഇരുന്നു. അവനെ കാണുന്നവർ മുഖം മറച്ചു കളയത്തക്കവണ്ണം അവൻ നിന്ദിതനായിരുന്നു. നാം അവനെ ആദരിച്ചതുമില്ല എന്ന് പ്രവാചകൻ യെശയ്യാപ്രവചനം 53:3 പറഞ്ഞിരിക്കുന്നു. ഞാനൊരു കൃമിയാകുന്നു. ഇവിടെ കൃമി എന്നുള്ളതിന് ഉപയോഗിച്ചിരിക്കുന്ന വാക്ക് എബ്രായർ സമാഗമന കൂടാരത്തിലെ തിരശീലയ്ക്ക് രക്താംബര നിറം കൊടുക്കുവാൻ ഉപയോഗിച്ചിരുന്ന ഒരുതരം പുഴുക്കളെ സൂചിപ്പിക്കുന്നതാകുന്നു എന്നത് ശ്രദ്ധേയമത്രേ. ഞാൻ കൃമി എത്രേ എന്ന് യേശു പറഞ്ഞപ്പോൾ ഞാൻ ഏറ്റവും താണ അവസ്ഥയിലായിരിക്കുന്നു എന്നതിനേക്കാൾ അതിന് അർത്ഥവ്യാപ്തിയുണ്ട്. അവനാണ് പറഞ്ഞത്, നിങ്ങളുടെ പാപങ്ങൾ രക്താംബരം പോലെ ചുവപ്പായിരുന്നാലും ഹിമം പോലെ വെളുപ്പിക്കാമെന്ന്. എന്നെ ശ്രദ്ധിക്കുന്ന പ്രിയ സുഹൃത്തെ, അവൻ്റെ രക്തത്തിനും മാത്രമേ താങ്കളുടെ ജീവിതത്തിലെ പാപക്കറകൾ കഴുകി മാറ്റുവാൻ കഴിയുകയുള്ളൂ. ദൈവത്തിൻ്റെ പുത്രനായ യേശു ക്രിസ്തുവിൻ്റെ രക്തം സകല പാപവും പോക്കി നമ്മെ ശുദ്ധീകരിക്കും. യേശുവിൻ്റെ രക്തത്തിന് മാത്രമേ നമ്മുടെ പാപങ്ങളെ കഴുകി ശുദ്ധീകരിക്കുവാൻ കഴിയൂ. നാം ആ രക്തത്താൽ ശുദ്ധീകരിക്കപ്പെട്ടിട്ടുണ്ടോ എന്നത് നാം ഉറപ്പാക്കേണ്ട യാഥാർത്ഥ്യമാണ്. ഇന്ന് ഈ പ്രോഗ്രാം കേൾക്കുവാൻ നിങ്ങൾ കാണിച്ച താല്പര്യത്തിനായി നന്ദി. നിങ്ങളുടെ വിലപ്പെട്ട സമയം അതിനായിട്ട് ഉപയോഗിക്കുന്നത് ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. നിങ്ങളെ ദൈവം സമൃദ്ധിയായിട്ട് അനുഗ്രഹിക്കട്ടെ. അടുത്ത ക്ലാസ്സിൽ നമുക്ക് വീണ്ടും കാണാം.